വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് നീളുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ 23 സീറ്റുകൾ വേണമെന്ന സഖ്യകക്ഷിയായ ശിവസേനയുടെ ആവശ്യം കോൺഗ്രസ് തള്ളിയതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. മഹാവികാസ് അഘാഡി കക്ഷികളായ ശിവസേന, കോൺഗ്രസ്, NCP എന്നിവർ തമ്മിലുള്ള സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ നേതാക്കൾ യോഗം ചേർന്നതിന് പിന്നാലെയാണ് സംഭവം. ശിവസേനയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പമാണ് എന്നും ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന് കാര്യമായ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നുമാണ് കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരൂപം പറഞ്ഞത്. ശിവസേനയുടെയും ശരത് പവാറിന്റെ NCPയുടെയും പിളർപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് സ്ഥിരമായ വോട്ട് വിഹിതമുള്ള പാർട്ടി തങ്ങൾ മാത്രമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടികൾക്കിടയിൽ സീറ്റ് ക്രമീകരണം ആവശ്യമാണെന്ന് മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവുമായ അശോക് ചവാനും പറഞ്ഞു. എല്ലാ പാർട്ടികളും വലിയൊരു സീറ്റ് വിഹിതം ആഗ്രഹിക്കുന്നുവെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ശിവസേനയുടെ 23 സീറ്റുകളുടെ ആവശ്യം അമിതമായിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. വിജയിക്കുന്ന സീറ്റുകളെ ചൊല്ലി നേതാക്കൾ തർക്കം ഒഴിവാക്കണമെന്നും സഞ്ജയ് നിരൂപം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശിവസേന 23 സീറ്റ് ആവശ്യപ്പെട്ടേക്കാം, പക്ഷേ അവരെ എന്തു ചെയ്യും? പ്രതിസന്ധി സൃഷ്ടിച്ച് ശിവസേന നേതാക്കൾ വിട്ടുനിന്നു. സ്ഥാനാർത്ഥി അഭാവം ശിവസേനയ്ക്ക് പ്രശ്നമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഉദ്ധവ് താക്കറെ, ആദിത്യ താക്കറെ എന്നിവരോടൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ചർച്ച നടത്തിയതായി ശിവസേന MP സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസും NCPയും മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് സഞ്ജയ് റാവത്ത് ഒന്നും പറഞ്ഞില്ല. 2019 അവിഭക്ത ശിവസേന BJP നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ശിവസേന കോൺഗ്രസിനെയും NCPയെയും ഒപ്പം ചേർത്ത് മഹാവികാസ് അഘാഡി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. 2022 ജൂണിൽ ഏക്നാഥ് ഷിൻഡെയും MLAമാരും ശിവസേന നേതൃത്വത്തിനെതിരെ കലാപം നടത്തിയത് പാർട്ടിയിലെ പിളർപ്പിലേക്കും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സർക്കാരിന്റെ തകർച്ചയിലേക്കും നയിച്ചു. തുടർന്ന് ഏക്നാഥ് ഷിൻഡെ BJPയുമായി ചേർന്ന് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു.